ഹലോ കൂട്ടുകാരെ, നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഈ കാണുന്ന പുളിയച്ചാറ് അഥവാ പുളിമുട്ടായി കഴിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റിൽ ഇന്നും നമ്മുടെ നൊസ്റ്റാൾജിയിൽപ്പെട്ട ഒന്നാണ് ഈ പുളിമുട്ടായി അഥവാ പുളിയച്ചാർ എന്നാണ് ഞങ്ങളൊക്കെ പറയുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു 2 സ്റ്റെപ്പിൽ ഉണ്ടാക്കാൻ കഴിയും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്നാമതായിട്ട് വേണ്ട നല്ല പഴുത്ത എലന്തപ്പഴമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ പഴുത്ത എലന്തപ്പഴം കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ നല്ല മൂത്തിരിക്കുന്ന പച്ച എലന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പഴുത്തതായാൽ കുറച്ചുകൂടി ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വരികയും ചെയ്യും, ടേസ്റ്റും ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും. പക്ഷേ ഈ പച്ച കൊണ്ട് ഞാൻ ട്രയൽ ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല, ആ പുളിയച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പച്ച എലന്തപ്പഴം കൊണ്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വാളംപുളി, ഉപ്പ്, കായപ്പൊടി, പിന്നെ ഈ ഉണക്ക് മുളക്. അതിനൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല കറുത്തിരിക്കുന്ന ശർക്കരപ്പൊടി. എൻ്റെ കയ്യിലിപ്പോൾ ഈ ബ്രൗൺ കളറാണ്, നിങ്ങൾ നല്ല ബ്ലാക്ക് കളറുള്ള എടുത്താൽ അത്രയും നല്ലത്. ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. അതാണ് ഈ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കുക, നിങ്ങളുടെ കയ്യിൽ എലന്തപ്പഴം പഴുത്തതും പിന്നെ നല്ല കറുപ്പ് കളറുള്ള വെല്ലവും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒറിജിനൽ നമ്മൾ പുളിയച്ചാറ് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന അച്ചാർ അത് തന്നെയായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഈ എലന്തപ്പഴം പീസാക്കണം. കാരണം മിക്സിയിലിട്ട് അടിക്കേണ്ടതില്ല. മാത്രമല്ല ഇതിൻ്റെ ഈ കുരു നമ്മുടെ മിക്സിയുടെ ജാറിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിക്സി സമാധിക്ക് ഇരുത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഈ എലന്തപ്പഴം ആദ്യം കട്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന് ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഈ കുരു ഉണക്കി പൊടിച്ചിട്ട് ഇതിനൊപ്പം ചേർത്തിട്ടാണ് നമ്മൾ ആ എലന്തവടയിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഭയങ്കര ടേസ്റ്റുള്ള എലന്തവട അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ കുരു നന്നായി ഉണക്കി പൊടിച്ച് ഇതിനോട് ചേർക്കാം. പിന്നെ പുളിമ്പൊടി ഉണ്ടാക്കുന്നത് ഈ എലന്തപ്പഴവും ഈ കുരുവൊക്കെ നന്നായി ഉണക്കി പൊടിച്ചിട്ടാണ് ഈ പുളിമ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ എലന്തപ്പഴം നമുക്ക് എന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ആ എലന്തച്ചെടി ഞാൻ എന്താ പറയുക, ഒരുപാട് തപ്പി നോക്കിയിട്ട് അവസാനം എനിക്ക് കിട്ടിയിട്ട് ഞാനത് വീട്ടിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു പരന്ന ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത ഇത് അതിലേക്കിട്ട് നല്ലോണം പരത്തി വെക്കുക. പരത്തി വെച്ചതിന് ശേഷം ഇത് നല്ല വെയിലാണെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് ഇത് നല്ല ബ്ലാക്ക് കളറായി വരും. അപ്പോൾ ഈ അരച്ചെടുത്ത ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരിക്കലും ഈ പുളിയച്ചാറിൻ്റെ ടേസ്റ്റേ അല്ല. അപ്പോൾ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഉണക്കിയെടുത്ത് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റ് ആ ഫ്ലേവറിലേക്ക് വരുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ ഈ പുളിയച്ചാറിൻ്റെ ടേസ്റ്റേ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കും. ഞാനിപ്പോൾ സൗദിയിലായത് കാരണം ഇവിടെ 2 ഡിഗ്രിയാണ് തണുപ്പ്. ഇവിടെ വെയിലെന്ന് പറയുന്നൊരു സംഗതി ഇല്ല. അതുകൊണ്ട് ഈ ഉണക്കിയെടുക്കേണ്ട കാര്യം കുറച്ച് കഷ്ടം. ഇതിങ്ങനെ ഇട്ട് നന്നായി ഈ പ്ലേറ്റിൽ മൊത്തത്തിലൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് വേണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ ആ ഒരു വെറൈറ്റി ടേസ്റ്റ് കൊണ്ട് നമ്മളോട് കഴിച്ചു പോകും. വായിലിങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുക. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ പുളിയച്ചാറിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ്. ആ ഇലന്തപ്പഴം കൊണ്ടുള്ള അച്ചാർ, ഈത്തപ്പഴം ഇട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി കൂടി ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം കഴിച്ച അച്ചാറൊന്നും ഒന്നും അല്ലാന്ന് തോന്നിപ്പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ പുളിയച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്നത് 3ാമത്തെ ദിവസമാണ്. ഈ പ്ലേറ്റിൽ ഫുള്ളുണ്ടായിരുന്ന അച്ചാർ ഇപ്പോൾ 1/4 ഭാഗം കുറഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി കുറയുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ ചെറുതായിട്ടൊരു വെയിലുണ്ട്. ആ വെയിലത്ത് ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങി കിട്ടുമൊന്നുമില്ല. എന്നാൽ ഉണങ്ങിയാൽ മാത്രമേ ആ ഒരു പുളിയച്ചാറിൻ്റെ ഫ്ലേവർ ഇതിന് വരുള്ളൂ. മാക്സിമം ഇതൊന്ന്
ഉണക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണങ്ങി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ വീഡിയോ വീഡിയോ കുറിച്ച് ഞാൻ അതുകൂടി ചേർക്കാം. എങ്ങനെ ഉണ്ടാവും ഇത് ഉണങ്ങിയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ. അല്ലെങ്കിൽ ഇതേപോലത്തെ കഴിക്കേണ്ടി വരും. ഇവിടെ കാരണം നമ്മളിപ്പോൾ സൗദിയിലാണല്ലോ, ഇവിടെ ഭയങ്കര തണുപ്പ്, ഒരു വെയിലും ഇല്ല. അതാ പ്രശ്നം. അത് മാക്സിമം ബാക്കിയുള്ള അച്ചാർ നമുക്ക് ഉണക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുളിയച്ചാറ് ഉണക്കിക്കഴിഞ്ഞാൽ ഇതേ മാതിരിയുള്ള ഒറിജിനൽ കളറുള്ള ഒറിജിനൽ ഇതേ ടേസ്റ്റുള്ള പുളിയച്ചാറാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടണം. വളരെ 2 സിമ്പിൾ സ്റ്റെപ്പ്. ഒന്ന് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് കൂടി അരച്ചെടുക്കുക, പിന്നെ ഇതൊന്ന് ഉണക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.